ഒട്ടക സവാരി ഇല്ലാതെ എന്ത് മരുഭൂമി യാത്രയാണുള്ളത്. ഞങ്ങളുടെ ദുബായ് ടൂറിനിടെ മണലാരണ്യത്തിൽ പോയിരുന്നു. ഡെസേർട്ട് റൈഡും ഡെസേർട്ട് വ്യൂസും ഒക്കെ ആവോളം ആസ്വദിച്ച് മടങ്ങി രാത്രി ഒരു ക്യാമ്പിൽ കുറേ പരിപാടികളും ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒട്ടക സവാരി ഫ്രീ ആണെന്നറിഞ്ഞു. ആവശ്യമുള്ളവർക്കൊക്കെ പോകാം. അങ്ങനെ കൂടെയുള്ള 1-2 പേരുടെ സഹായത്തോടെ ഒട്ടകത്തിനടുത്തെത്തി. അപ്പോഴല്ലേ പ്രശ്നം, ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ പറ്റുന്നില്ല. ആ കയറുന്ന ഞാനാണ് കേട്ടോ. എന്നാലും എൻ്റെ ആഗ്രഹം ഞാൻ കൈവിടിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അതിനകത്ത് ഉന്തി തള്ളി മുട്ടുകുത്തിയൊക്കെ ഞാൻ അതിൻ്റെ പുറത്ത് കയറിപ്പറ്റി. മുട്ടുകുത്തി കയറുമ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു, അതിന് നോവുകയാണെന്നൊക്കെ. എന്നാലും ഒട്ടക സവാരിയോടുള്ള ആ കമ്പം അതുകൊണ്ട് തന്നെ ഒട്ടകപ്പുറത്തങ്ങ് എങ്ങനെയെങ്കിലും കയറിപ്പറ്റി. അടുത്ത പ്രശ്നം ഒട്ടകം ചാടി എണീക്കുന്നതാണ്. എല്ലാവരെയും ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ഒട്ടകത്തിനെയായിട്ട് ഇളക്കി തുടങ്ങി. അതാ അടുത്ത ഒട്ടകം എഴുന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ സർവ്വ ഉയരും പോവും. എന്താ ഒട്ടകം എഴുന്നേക്കാൻ തുടങ്ങുന്നു. മുട്ടുകുത്തി എഴുന്നേറ്റപ്പോഴത്തേക്ക് മുമ്പോട്ട് വീണുപോകാതിരിക്കാൻ പുറകോട്ട് നീങ്ങിയിരിക്കണമെന്ന് ഈ ഒട്ടകത്തിൻ്റെ ഓണർ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടക സവാരി പുരോഗമിക്കുന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒട്ടക സവാരി. ഒരു അല്പസമയം. എന്നാലും ആ ഒട്ടക സവാരി നടത്താൻ പറ്റിയതിലൊരു നിറഞ്ഞ ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരിക്കൽ അറേബ്യയിൽ പോകാനോ മണലാരണ്യത്തിൽ പോകാനോ അല്ലെങ്കിൽ ഒട്ടകത്തെ കാണാനോ ഒട്ടക സവാരിക്കോ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് കിട്ടിയ തക്കം ഞാനങ്ങ് ഉപയോഗപ്പെടുത്തി. കയറുന്നതും ഇറങ്ങുന്നതും വലിയ റിസ്ക് ആണെങ്കിലും മറ്റൊന്നും ചിന്തിച്ചില്ല. യങ്സ്റ്റേഴ്സിനൊപ്പം ഞാനും കൂടി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.